അമ്മേ, എടുത്തു വന്നിരിക്കുന്നു. എടുത്തിട്ട് തടി കൂടി വരും കേട്ടോ. മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ. ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ. സമ്മതിക്കണ്ടേ? എനിക്ക് സങ്കടം വന്നു. അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2-3 ദിവസം താമസിക്കാനുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ. നീ ഒന്ന് വിട്ടാൻ തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ? ആ, പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടിയെ തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണമെന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടന് വിട്ടുണ്ടായത് ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ? പാവം. കാശെന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അതുകൊണ്ട് കൂടെ ബാലേട്ട, ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയാ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ആ, ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് കൊട്ടിക്ക് എങ്ങനെ കൊണ്ടുപോകും? വാ മോളെ. ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലും ഇതുപോലെ വേറെ പെട്ടി ഇവിടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? യോ, ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ 21 വാ നമ്മളോ? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എവിടെ നോക്കിയാണോ റാസ്കൽസ് പോകുന്നത്? ഒരു പാക്കറ്റ് വിരിസൂടെ ഭാസ്കര. എന്താണ് ആ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെമാര് മേലനങ്ങാനൊരു മടി? ആ, എത്രയായി? 9 രൂപ സാർ. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ഏയ്, ആ, ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന് എനിക്ക് എസ് ഐ ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ? സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി. ആരെ കൊന്നിട്ടാണാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ? ആരാണെന്ന് അറിഞ്ഞൂടാ. ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേരളത്ത് സാർ ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്തി ഏമാനോട് പറഞ്ഞാൽ മതി. കേരള ഇവിടെ വേടാ. ഏതാടാ ഇവൻ? നമുക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയില് മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. അപ്പോ കൈ കാശുണ്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും, ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും ഒക്കെ കാണാതിരിക്കും. പോക്കറ്റില് ആ കയറി പോടൂ. ഇല്ല, പോക്കറ്റിലൊന്നുമില്ല. ഇല്ല, നിക്കേ ഒരു സീറ്റ് വെച്ചിട്ട് പോകും. വേണ്ട, പഠിക്കില്ല. ചായ വേണ്ട. നീ എന്തോ അവിടെ സുവാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലി ചവിട്ടിയിലാണ് നിൽക്കുന്നത്. അതിനാ നാറി വിടണ്ടേ? എന്റെ 213 രൂപ അയാൾ എടുത്തു. വാ, ബാങ്കിലേക്ക് പോവാ. എന്തോതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയത്രയും നോക്ക്. അത്രേ നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്. അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ?
എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം അല്ലെ? ആ അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറഞ്ഞിട്ട് വരാം. അല്ലേ വീട്ടിലുള്ളൊരു വിഷമിക്കും. അതെ. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രുവും മിത്രമൊന്നുമല്ല, ഒരേരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോവാ. ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെന്ന് ബാബയാണ്. എന്തായെന്ന് അന്വേഷിക്കുന്നു. ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത് പ്ലീസ് ബാബ. താങ്ക് യു. താങ്ക് യു ബാബ. താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കഴിവുകേടാണ്. കൊച്ചിന്ന് സേഡ്ജി വിളിച്ചിരുന്നു. അവരൊക്കെ വറിയതാണ്. ഇവനെ പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകും. തലയെടുത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മേ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരമില്ലേ വിവരമുള്ളവർ ചോദിക്കണം. അങ്ങനെയാ അർദ്ധരാത്രി കൊട പിടിക്കുന്നതല്ലേ സ്വഭാവം. പറ്റിപ്പോയി. ഇനിയിപ്പോ പറയേണ്ട കാര്യം. ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്. വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടി അബുന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ? നാളെ ബാങ്ക് തുറക്കണം നേരത്തെ എത്തിയാ പോരെ. ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ. ബാലായിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ മേ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണം. ഹലോ. ഹലോ, ഐ ആം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ 2-3 തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി. ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. നിങ്ങൾക്ക് എന്താ വേണ്ട?